വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൂസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് നമ്മുടെ ചിക്കൻ ബങ്കി. കണ്ണൂർ സ്പെഷ്യലാണിത്. നമുക്ക് ഡീപ് ഫ്രൈ ആയിട്ടും ഷാലോ ഫ്രൈ ആയിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഞാനിന്ന് കാണിക്കുന്നത് ഷാലോ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ്. ടേസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് ആദ്യം റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ വച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ വെളുത്തുള്ളി കുറച്ച് ഒരു അളവിൽ മതി. അപ്പോൾ അതും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം വട്ടത്തിലരിഞ്ഞ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഏകദേശം റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാൻ. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. എരിവിന് നമ്മൾ മുളക് ഒരെണ്ണല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ മുളക് പൊടി കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അത് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ ഇതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറിക്കിട്ടണം. മല്ലിപ്പൊടി ചേർത്തേക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടണം. അപ്പോൾ ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കുന്നില്ല. ചിക്കൻ ബങ്കി ആണല്ലോ, അപ്പോൾ ചിക്കൻ എന്തായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത്ര അരച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവർ പിച്ചെടുക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും നമ്മളതിൻ്റെ ബാക്കി കോട്ടിങ് റെഡിയാക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു, ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം, കാരണം നമ്മുടെ മിക്സ് ഇപ്പോൾ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിന് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് കുത്തിയരിഞ്ഞ കുറച്ച് പീസുകളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഈ പച്ച സവാളയൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൾറെഡി ഓഫാണ്. ഇനി തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. എന്നിട്ട് ബാക്കി ഇതിൻ്റെ കോട്ടിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. കോട്ടിംഗ് ആയിട്ട് ഇത് കൊടുക്കുന്നത് നമ്മുടെ മൈദ ചപ്പാത്തി തന്നെയാണ്. പക്ഷെ സാധാരണ രീതിയിലല്ല ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ഒന്ന് ആറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാനിലായതുകൊണ്ട് ഒന്ന് ആറാൻ നല്ലതായിരിക്കും ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് മൈദമാവ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ല മയത്തിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒരു കുറച്ചൊരു അളവ് മതി കേട്ടോ. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നാൽ മതി. അപ്പം അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉരുളയാക്കി എടുക്കുക. ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചപ്പാത്തി പലകയിൽ കുറച്ച് മാവും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പൊടിയിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആദ്യം വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കണം. ചപ്പാത്തിയുടെയൊക്കെ വലിപ്പത്തിൽ തന്നെ നമുക്ക് പരത്തി എടുത്താൽ മതിയായിരിക്കും. കണ്ടല്ലോ. ഇനി നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം, പകുതിയാക്കി. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ
ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ഇതുപോലെ മടക്കുക. ഇപ്പം നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, ഒരു സമൂസയൊക്കെ പോലെ. ഇനി ഇത് നന്നായിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുക്കുമ്പോൾ ഇപ്പം ഞാൻ പരത്തിയെടുക്കുന്ന അതേ രീതി തന്നെ പരത്തിയെടുക്കുക. ഇതുപോലെ നീളത്തിൽ ആദ്യം പരത്തിയെടുക്കുക, എന്നിട്ട് സൈഡിലേക്കും ആക്കിയെടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് നന്നായിട്ടൊന്ന് പരന്നൊക്കെ കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങുമല്ലോ പരത്താനായിട്ട്. ആ സമയത്ത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇടാൻ പാടില്ല. അതേ സൈഡിൽ, ഏത് സൈഡിലാണോ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ആ സൈഡ് വെച്ച് മാത്രം വേണം പരത്തിയെടുക്കാനായിട്ട്. ആ ഒരു സൈഡിൽ തന്നെ വേണം ഫില്ലിങ്സ് വച്ചു കൊടുക്കാൻ. നെയ്യ് തേച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കണ്ടല്ലോ നന്നായിട്ട് ഇത് വലിഞ്ഞു വരുന്നുണ്ട്. മൈദമാവായതുകൊണ്ട് ഓയിൽ കണ്ടൻറ്റ് വരുമ്പോഴേക്കും നല്ല പോലെ ഇതിങ്ങനെ നീളത്തിൽ വരും. നമ്മൾ പൊറോട്ടയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഈ ഒരു സൈഡും നല്ലപോലെ ഇതുപോലെ വീതിക്ക് പരത്തിയെടുക്കണം. ഈ ഒരു സൈഡിലാണ് നമ്മൾ മസാല വച്ചു കൊടുക്കുന്നത്. ഞാനപ്പോൾ ഒരു തവി മസാലയാണ് വച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ടുള്ളൊരു ഗുണം. നമ്മളിതുപോലെ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ചപ്പാത്തി പൊട്ടിപ്പോവോ ഒന്നും ചെയ്യില്ല. നമ്മൾ പിച്ചെടുക്കുന്ന രീതിയിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പൊട്ടിപ്പോവാതെയൊക്കെ മടക്കിയെടുക്കാൻ. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഈ മസാല ഒന്നും തന്നെ പുറത്ത് വരാതെ ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നല്ല പോലെ വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കാം. ഒട്ടും പുറത്ത് വരരുത്. കുറച്ച് എന്തെങ്കിലും ഒരു ഹോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് മസാലയൊക്കെ പുറത്ത് വന്ന് ഭയങ്കര വൃത്തികേടായി പോവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് അധികം മസാല വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം വച്ചിട്ട് ചെറിയ റോൾസായിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ചെറിയ റോൾസിലും ഈ ഭംഗി റെഡിയാക്കി എടുക്കാം, നല്ല റൗണ്ട് ഷേപ്പിൽ. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം മസാല വച്ചിട്ട് റെഡിയാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വച്ചതിന് ആ സൈഡ് ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ നീളത്തിൽ റോളായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ 4 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് നിറയെ എണ്ണ ഒഴിച്ചിട്ട് ഇത് മുങ്ങിക്കിടന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന ആ രീതിയിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ ഈ ഭംഗി ഇട്ട് കൊടുത്തിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതുപോലെ കുറച്ച് ഓയിലുള്ളപ്പോൾ നമ്മൾ മീൻ പൊരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് പൊരിച്ചെടുക്കേണ്ടത്. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് പൊരിച്ചെടുക്കണം. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓയിലിൻ്റെ ആവശ്യം അപ്പോൾ കുറച്ചേ വരുന്നുള്ളൂ. രണ്ടാണെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഫ്രൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ടിഷ്യൂ പേപ്പറിലേക്ക് വച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കുറേ എണ്ണയൊക്കെ നമുക്ക് അങ്ങനെ ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരി എണ്ണയൊന്നും നമ്മൾ കഴിക്കുന്നത് നല്ലതല്ലല്ലോ. പിന്നെ ന്യൂസ് പേപ്പറിലേക്കൊന്നും ഒരിക്കലും പൊരിച്ച സാധനങ്ങളൊന്നും വച്ചു കൊടുക്കരുത്. ന്യൂസ് പേപ്പറിൻ്റെ പ്രിൻ്റൊക്കെ ഇളകി അത് വളരെ ഹാംഫുള്ളാണ്. അങ്ങനെ ചിക്കൻ ഭംഗി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിലെ മസാലയൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉൾഭാഗം കണ്ടല്ലോ നല്ല സോഫ്റ്റാണ്, നമ്മുടെ പൊറോട്ടയുടെയൊക്കെ സ്റ്റൈലിൽ. എന്നാൽ പുറം ഭാഗം നല്ല ക്രഞ്ചിയുമാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചിക്കൻ ഭംഗി റെഡിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാളെ തന്നെ നിങ്ങൾ ഈ വിഭവം ഒന്ന് ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് കിട്ടും. കുക്കിംഗ് വളരെ എളുപ്പമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വെറൈറ്റി ഡിഷസൊക്കെ ഇനി തൊട്ട് ട്രൈ ചെയ്ത് നോക്കുക. ലോക്ക്ഡൗൺ ഡേയ്സിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അടിപൊളിയായിട്ട് കുക്കിംഗ് ഒക്കെ പഠിക്കുക. അതുപോലെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാറുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ പഴയ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്കും അവിടെ കാണാം. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണുക. അപ്പോൾ നാളെ ഒരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നൂസ് റെസിപ്പി.